ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തോരം ആളുകൾ ചിലപ്പോൾ ദുഷ്പ്രേരണ കാണിച്ചവരുണ്ടാവും, മോശം എക്സാമ്പിൾസ് കാണിച്ചവരുണ്ടാവും. അവരെയൊക്കെ നോക്കിയിട്ട് നമ്മൾ സങ്കടപ്പെടുകയാണ്, ഇവരെ നോക്കിയിട്ടാണ് ഞങ്ങൾ വളരേണ്ടത്. നമ്മൾ ആരെയും നോക്കി വളരേണ്ടതില്ല. കാരണം നമുക്ക് ആരുണ്ട്? ദ പെർഫെക്റ്റ് ഗൈഡ്, ദ ഇറ്റേണൽ ലൈറ്റ്. കൃത്യമായിട്ട് നമുക്ക് പ്രകാശം തരുന്ന നല്ല വെളിച്ചം, ഈശോ യഥാർത്ഥ പ്രകാശം നമ്മുടെ മുമ്പിലുണ്ട്. നല്ല ഇടയനും ഈശോ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഇടയന്റെ അടുത്ത് നിന്ന് വെട്ടം കിട്ടിയ കുറച്ച് പേര് നമുക്ക് വഴിവിളക്കുകളായിട്ട് നിൽക്കുന്നു. വീണു പോയവരുണ്ട്, ദുർമാതൃക കാണിച്ചവരുണ്ട്, തല്ലിപ്പുള്ളികളായി പോയവരുണ്ട്, നമ്മളെപ്പോലെയൊക്കെ തന്നെ. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മാതൃകയും പ്രകാശവാനാണ് ഈശോ എന്ന നല്ല ഇടയൻ. അതുകൊണ്ട് എസെക്കിയേൽ 34, 11 മുതൽ 30 വരെ വായിച്ചു നോക്കുക. ഞാൻ തന്നെ എന്റെ ആടുകളെ നയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ കർത്താവിന്റെ വാക്കിങ്ങനെ ആവർത്തിച്ചാർത്ത് പറയാം, ഞാൻ തന്നെ, ഐ മൈസെൽഫ്. നിങ്ങൾ എന്നെ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ ബൈബിൾ എടുത്ത് എസെക്കിയേൽ പ്രവാചകൻ 34, 11 മുതൽ 30 വരെ ഒരു തവണ ഒന്ന് വായിക്കുക. എന്നിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിലോ ഒരു കടലാസോ എനിക്ക് എടുത്തിട്ടുണ്ടല്ലോ, പേന ഒന്ന് കുറിച്ച് വെക്കണം. ഈ ഇടയൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇടയൻ ചെയ്യാൻ പോകുന്നത്, എന്നിട്ട് അതെന്നെ ചെയ്യണം അറിയാം, ഒന്ന് റീറൈറ്റ് ചെയ്യണം. അതായത് എന്റെ ഈശോ, എന്റെ ഇടയൻ എന്നെ എന്നൊക്കെ ചെയ്യാൻ പോവാണ്, എന്നെ എങ്ങനെയൊക്കെ നയിക്കാൻ പോവാണ്, എന്നെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പോവാണെന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കണം. എന്തിനാണെന്നറിയോ? ഇടയ്ക്ക് ആരും കൂടെ ഇല്ലെന്ന് തോന്നിയാൽ, ആരും നയിക്കാനില്ല, ആരും സഹായിക്കാനില്ല, ഒറ്റയ്ക്കായി പോയി എന്നൊക്കെ തോന്നിയാൽ, ഇതുവരെ സഹായിച്ചവരൊക്കെ പറ്റിച്ചു എന്നൊക്കെ തോന്നിയാൽ, ഈശോയെ ഞാൻ മാത്രം ഇങ്ങനെ ആയി പോയല്ലോ, എല്ലാവരും ഉണ്ട്, എനിക്ക് ആരും ഇല്ലല്ലോ, എന്നെ ഒന്ന് ഉപദേശിക്കാനോ, എന്നെ ഒന്ന് ഗൈഡ് ചെയ്യാനോ, എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരും ഇല്ലല്ലോ. ആരും വേണ്ട. യു ആർ അണ്ടർ ഹയർ അതോറിറ്റി. കർത്താവ് ഇടയനായി നേരിട്ട് ഞാൻ തന്നെ ഐ മൈസെൽഫ് വിൽ ലീഡ് യു എന്ന് പറയണേ. അപ്പൊ ആ ഒരു ബോധ്യം ഉള്ളിലോട്ട് നിറയും.